അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശിഷ്ടാതിഥികൾ, മാനേജ്മെൻറ്റ് ഭാരവാഹികൾ, ഇവിടെ വേദിയിലും സദസ്സിലും വന്നു ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹപ്രവർത്തകർ, വിദ്യാർത്ഥിനികൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷമുള്ള ഒരു സുദിനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ അൽമനാർ ഖുർആനിക് പ്രീ സ്കൂൾ 6 വർഷം പൂർത്തിയാക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 40 കുട്ടികളുമായി ഒരു ചെറിയ വാടക ബിൽഡിങ്ങിൽ ആരംഭിച്ച് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം 120ഓളം കുട്ടികളിലേക്ക് എത്തുകയും സ്വന്തമായി ഒരു ഭൂമി വാങ്ങി സ്വന്തമായി ഒരു ബിൽഡിംഗ് പണി പൂർത്തിയാക്കി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതിലേക്ക് മാറാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു എന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളാണ് ഇതിനെ നമ്മൾ പ്രാപ്തമാക്കിയത് എന്ന് പ്രത്യേകം ഓർക്കുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും നേരിട്ട് സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു സംസാരത്തിന് പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കും. 3 വയസ്സ് പ്രായമുള്ള കുട്ടികൾ 3 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളനുസരിച്ച് പഠിക്കുക എന്നത് ഒരിട്ടും നിസ്സാരമായ കാര്യമല്ല. നമ്മുടെ അധ്യാപികമാരുടെ വലിയ പരിശ്രമവും നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ആ വലിയൊരു മഹനീയമായ കൃത്യം നമുക്ക് വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള 3 വർഷത്തെ പ്രീ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം, അതോടൊപ്പം തന്നെ അതിൻ്റെ തുടർച്ചയെന്നോണം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ IECT ഇൻസ്പയർ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് കീഴിൽ നടക്കുന്ന 7ാം ക്ലാസ് വരെയുള്ള CBSE സിലബസിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്കൂൾ പഠനം, അതും നമ്മുടെ നാട്ടിലെ മറ്റു പല സ്കൂളുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ഇത് 7ാം ക്ലാസ് വരെ CBSE സിലബസ് പ്രകാരം പഠിക്കുന്നതോടൊപ്പം പ്രീ സ്കൂളിൽ അവർ പഠിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, തുടർച്ച 7ാം ക്ലാസ് പൂർത്തിയാക്കുന്നതോടെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമാക്കാനുള്ള ഒരു സംവിധാനം കൂടെയാണ് നാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ ഭംഗിയായി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ 2 സ്കൂളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കലാപരിപാടികളാണ് ഇന്നത്തെ ഈ വാർഷിക ദിനത്തിൽ നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളൊക്കെ ഒരുപാട് മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണുള്ളത്. ഭൗതിക വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്ന പഴയ തലമുറകളിൽ നിന്ന് കേവല ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു സമൂഹത്തിൻ്റെ ഉന്നതി സാധ്യമാവുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായ മതപരമായ വിജ്ഞാനം കൂടെ പകർന്നു നൽകാനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് എല്ലാവരും വളരെയധികം ആലോചിക്കുകയും അതിനുവേണ്ട പരിശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നമ്മുടെ സ്കൂളിൻ്റെ പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ പോസ്റ്ററുകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പല ഭാഗത്തു നിന്നും നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് രക്ഷിതാക്കൾ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ ഇതെവിടെയാണ് സ്ഥലം, അങ്ങനെ വളാഞ്ചേരി എന്ന് പറയുമ്പോൾ അത് എവിടെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അയ്യോ ഞങ്ങൾ കുറച്ച് ദൂരെയാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൗകര്യം ചെയ്തു തരാൻ പറ്റുമോ, അവിടെ ഹോസ്റ്റൽ സംവിധാനമുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, പുതിയ കാലഘട്ടം അത്തരമൊരു വിദ്യാഭ്യാസത്തെ
വളരെ ആവശ്യമായി മനസ്സിലാക്കുന്നു എന്നതാണ് ഇതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞതുപോലെ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുണ്ടായിരുന്നിട്ടുകൂടി ഇത്രയും കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ വരികയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സംവിധാനത്തിൻ്റെ അനിവാര്യത തിരിച്ചറിയുകയും അത് ആവശ്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും ഒത്തുപിടിച്ചാൽ ഈ മഹത്തായ സ്ഥാപനത്തെ നമ്മുടെ സമൂഹത്തിനും നാടിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്ന ഒരു സംവിധാനമായി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ വൈകിവാളിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ആനുവൽ ഡേ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ CP സലാഹുദ്ദീൻ സലാഹിയാണ്. പണ്ഡിതനും എഴുത്തുകാരനും അതുപോലെ തന്നെ മർക്കസ് സനാബിൽ ഉലൂമിൻ്റെ ഡയറക്ടർ കൂടിയാണ്. സലാഹുദ്ദീൻ സലാഹിയെ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ സ്കൂൾ ഫോളോ ചെയ്യുന്ന ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ സിലബസ് അദ്ദേഹത്തിൻ്റെ മർക്കസ് സനാബിൽ ഉലൂം പുറത്തിറക്കുന്ന സിലബസാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സനാബിൽ ഉലൂമിൻ്റെ എക്സാമിൽ റാങ്ക് വാങ്ങിയിട്ടുള്ള 2-3 കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് കൂടെ ഇന്നിവിടെ നടക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ ഒരു സദസ്സിന് കൂടുതൽ അനുയോജ്യനായിട്ടുള്ള ഒരു ഉദ്ഘാടകനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ സന്തോഷം പ്രത്യേകമായി അറിയിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ മൻസൂർക്ക, അതുപോലെ തന്നെ അബ്ദുൽ അൻസാരി, നമ്മുടെ കമ്മിറ്റി മെമ്പറായിട്ടുള്ള മുസ്തഫാക്ക തുടങ്ങിയവരാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജിൽ സന്നിധരായിട്ടുള്ള കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള ബഷീർക്ക, നാസർ ഹാജി തുടങ്ങിയ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. 4 പ്രധാനപ്പെട്ട അവാർഡ് ദാനങ്ങൾ ഇന്നിവിടെ നടക്കുന്നുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സനാബിൽ ഉലൂം നമ്മുടെ ശരിയ കോഴ്സിൽ ഉന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികൾക്കുള്ള ആദരവ് അവാർഡ് ദാനം. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മുടെ 3 വർഷത്തെ പ്രീ സ്കൂൾ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന കുട്ടികൾക്കുള്ള ഖത്മുൽ ഖുർആൻ അവാർഡ് ദാനം. മൂന്നാമത് ഖുർആൻ പൂർണ്ണമായിട്ടും മനഃപ്പാഠമാക്കിയിട്ടുള്ള നമ്മൾ പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള 90% ശാരീരികമായ പരിമിതിയുള്ള അഫിൻ ഹാദി എന്ന ഒരു വിദ്യാർത്ഥി. ആ കുട്ടിയുടെ അനിയൻ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരാശയം സമൂഹത്തിന് മുഴുവനും വെളിച്ചമായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനെ ചേർത്ത് പിടിക്കുക എന്നതാണ്. മതവിദ്യാഭ്യാസം അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ കൊണ്ടുപോകുക എന്ന മഹത്തായ ലക്ഷ്യം ഉയർത്തിപ്പിടിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഖുർആൻ പഠിക്കുകയും അതിന് പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്ത അത്തരം കുട്ടികളെ ചേർത്ത് പിടിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ ആദരിക്കുന്നൊരു ചടങ്ങും കൂടെ നാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിപാടിയിലേക്ക് അഫിൻ ഹാദിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ 2 വിദ്യാർത്ഥികളാണ്. കുട്ടികൾക്കുള്ള സ്നേഹോപഹാരവും ഇവിടെ നൽകപ്പെടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി നാം നടത്താറുള്ള പാരൻറ്റിംഗ് ക്ലാസ് അതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ അനൂഫ് പറവന്നൂർ അവറുകളാണ്. മൈൻഡ് ട്യൂൺ കോച്ചും അതുപോലെ തന്നെ പാരൻറ്റിംഗ് സെഷനുകളൊക്കെ ധാരാളം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവ പ്രാസംഗികനും അതുപോലെ തന്നെ മോട്ടിവേറ്ററൊക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. പലർക്കും പരിചയമുള്ള വ്യക്തിയാണ്, ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല. അതുപോലെ തന്നെ ഈ സെഷന് നന്ദി അർപ്പിക്കുന്ന ഫസ്ല ടീച്ചർ തുടങ്ങിയ എല്ലാ ആളുകളെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി നാസർ ഹാജി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
Thank you, sir, for that warm welcome. Next, I would like to invite a respected committee member, Nasser Haji, Treasurer, Inspire Educational Charitable Trust, for the presidential address. Assalamu alaikum. Alhamdulillah. Salatu wassalamu ala sayyidil mursalin. അധ്യക്ഷനായിക്കൊണ്ട് കൂടുതലൊന്നും സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി CP സലാഹുദ്ദീൻ സലാഹിയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ അൽ അസീസുൽ ഗഫാർ മുകബ്ബിറുൽ ലൈലി അലൻ നഹാർ ഖസ്സനാ ബിഅഅ്ളമി കിതാബിൻ ഉൻസിൽ വശറഫനാ ബിഅക്രമി റസൂലിൻ ബുഇസ് വഫളലനാ ബിഖൈരി ശരീഅത്തിൻ ശുരിഅത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യ അധ്യക്ഷൻ, ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ കൂടിയായ റഊഫ് സലാഹി, മറ്റ് രക്ഷിതാക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു സമയം ആണ് ഈ സമയം. അള്ളാഹുവിന് ധാരാളമായി ശുക്ർ അർപ്പിക്കേണ്ട പ്രത്യേകമായ അവസരമാണ്, പ്രത്യേകിച്ചും രക്ഷിതാക്കൾ. ഇവിടെ നമ്മൾ ഇപ്പോൾ നല്ല ചൂടാണ്. പല ആളുകളും, ഒരുപാട് ആളുകൾ കേട്ടു നല്ല ചൂടാണ്, നല്ല ചൂടാണ്. നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ പാടില്ല. നല്ല ചൂടാണ് അല്ലെങ്കിൽ വല്ലാത്ത ചൂട് എന്ന് ആക്ഷേപിച്ച് പറയാൻ പാടില്ല. നല്ല ചൂടാണ് പറയാ, ആക്ഷേപിച്ച് പറയാൻ പാടില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ ഉർസിലതു ബിഹി എന്നാണ് നമ്മൾ പറയേണ്ടത്. നമ്മളെ കുട്ടികളൊക്കെ അത് പഠിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി മാ ഉർസിലതു ബിഹി. അല്ലാഹുവേ, നീ അയച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം തിന്മകളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്നാണ്. അതിൻ്റെയൊക്കെ ഷെറിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഈ സദസ്സ് എന്തുകൊണ്ടും സന്തോഷമെന്ന് പറയാൻ കാരണം, നമ്മളൊക്കെ ഇന്ന് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സദസ്സുകൾ ഉണ്ടാകാൻ വേണ്ടി കൊതിക്കുന്ന രക്ഷിതാക്കളാണ് ഭൂരിഭാഗം ആളുകളും. പ്രത്യേകിച്ച് ഇസ്ലാമികപരമായി സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്ക് അതറിയാവുന്നതാണ്. ഈ പല വിധത്തിലുള്ള നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്ന പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടും അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു വെളിച്ചത്തിൻ്റെ നാമ്പ് അതുണ്ടാവുക എന്നുള്ളത്, അതിന് തുടക്കം കുറിച്ച ആളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആരൊക്കെയാണോ അതിന് തുടക്കം കുറിച്ചത്, അവർക്കെല്ലാം വളരെ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുക. നമ്മൾ നമ്മുടെ ഒരു കുട്ടിനെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ ഉദ്ദേശം ആ കുട്ടി 3 വയസ്സ് മുതൽ ഇസ്ലാമികപരമായ അന്തരീക്ഷത്തിൽ വളരണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇതിലേറെ സൗകര്യമുള്ള ഒരുപാട് സ്കൂളുകളും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ നമുക്ക് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ ആണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മളെല്ലാവരും, രക്ഷിതാക്കൾ പ്രത്യേകിച്ചും, നമ്മൾ അതുകൊണ്ട് പ്രാർത്ഥിക്കും, എപ്പോഴും പ്രാർത്ഥിക്കും. നമുക്കിപ്പോൾ ഈ കുഞ്ഞുങ്ങൾ, ഈ ചെറിയ കുട്ടികൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സ്വർഗത്തിൻ്റെ സുഗന്ധങ്ങളാണ് അവർ. സ്വർഗത്തിൻ്റെ സുഗന്ധങ്ങളാണ്. സ്വർഗത്തിൻ്റെ വാസന അറിയണമെങ്കിൽ നമ്മൾ കുട്ടികളെ പിടിച്ചൊന്ന് ഉമ്മ വെച്ചാൽ മതി, ആ സ്മെല്ല് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ആ ദീന് പഠിക്കാനാണ് കുട്ടികൾ ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ലുഖ്മാൻ അലൈഹി ഇസ്ലാമിൻ്റെ വിജ്ഞാനവും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഭാവവും അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ക്ഷമയും അല്ലാഹുവേ നീ എൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അപ്പോൾ അത് കിട്ടാൻ ഇത്തരമുള്ള അവസരങ്ങളിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. ഈ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്തും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. നമ്മളൊരു പൈപ്പ് തിരിക്കുകയാണെങ്കിൽ ആ കുട്ടി അതേപോലെ തിരിക്കുക. നമ്മൾ എങ്ങനെയാണോ ഡ്രസ്സ് ഇടുന്നത് അത് നോക്കി, ചെരുപ്പിടേണ്ടത് ഒക്കെ നോക്കി അതേപോലെ പരിശീലിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ 4 സുന്നത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എണീക്കുമ്പോൾ തന്നെ 4 സുന്നത്ത് പഠിപ്പിക്കുന്നുണ്ട്.
عن ابن عباس رضي الله عنه فاستيقظ رسول الله صلى الله عليه وسلم فجلس നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു കഴിഞ്ഞാൽ ഒന്നിരിക്കും ആ ഇരിക്കുന്ന പ്രതിഫലത്തിലാണ് സുന്നത്താണല്ലോ. അപ്പോൾ ഒരു ഉഹുദ് പ്രതിഫലമാണ് അതിന് ഇരിക്കുക സുന്നത്താണ്. അതുപോലെ തന്നെ മുഖം തടവും 2 സുന്നത്തായി. മൂന്നാമത്തെ അൽഹംദുലില്ലാഹി ലദി അഹ്യാന ബഅദമാ അമാതന വൈലൈൻ നുഷൂർ എന്ന് പ്രാർത്ഥിക്കും 3 സുന്നത്തായി. പിന്നെ ആരാണോ അടുത്തെങ്കിൽ ഓല മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കും. ഉമ്മയാണോ ആരാണ് അടുത്തുള്ളെങ്കിൽ ഓല മുഖത്ത് ഒന്ന് ചിരിക്കും. അപ്പോൾ 4 സുന്നത്ത് അവിടെ മുതൽ കിട്ടി. അങ്ങനെ ജീവിതത്തിന് തുടക്കം മുതൽ കുട്ടികളെ ഇസ്ലാമിക പരമായ ചര്യകൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സ്ഥാപനത്തിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് നിങ്ങൾക്കാർക്കും തെറ്റിയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടെയൊക്കെ ഒരുപാട് സ്കൂളുകളുണ്ടെങ്കിലും ഇവിടെ വന്നത് തൗഫീഖാണ്. എല്ലാവർക്കും ആ തൗഫീഖ് കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാവർക്കും ആ തൗഫീഖ് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് കിട്ടിയ ആൾക്കാർ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വർഗത്തിൻ്റെ സുഗന്ധങ്ങളാണ് നമ്മൾ മക്കൾ. അതാവണം എല്ലാവരും പ്രാർത്ഥന. അതാണ് ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടൊന്നുമില്ല. ഈ സന്ദർഭത്തിൽ ഏറെ സന്തോഷം. അത്രയൊക്കെ ചൂടനുഭവിച്ചിട്ടും മറ്റുള്ള അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മളിവിടെ നിന്ന് ഇരിക്കേണ്ടത് നമ്മളെ കുട്ടികൾ ഖുർആൻ പാരായണം കേൾക്കാൻ, മറ്റു കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചൊക്കെ പ്രയാസം പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമെങ്കിലും അതൊക്കെ തരണം ചെയ്തിരിക്കുന്നത് നാളെ പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടി റബ്ബി റഹ്മാ കമാ റബ്ബി സ്വഗീറ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കാൻ വേണ്ടിയാണ്. സർവശക്തനായ അള്ളാഹുവിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഇതിനു വേണ്ടി ഈ തിരി കൊളുത്തിയ അതിൽ ഭാഗവാക്കായ ആളുകൾക്കെല്ലാം അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും നമുക്ക് സന്തോഷമുള്ളത് സനാബിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ശരിയ കോഴ്സ് പാസ്സായ കുട്ടികൾ ഇതിലുണ്ട്. ഇനി അടുത്തത് ആലിമിയ കോഴ്സാണ്. ഇതുപോലെ തന്നെ അവർ നേടിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫദീല കോഴ്സ്. ഈ 3 കോഴ്സുകളാണ് നമ്മളവിടെ പ്രധാനമായി നടക്കുന്നത്. അത് ഈ സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആ സന്തോഷം പങ്കുവെക്കുന്ന അതിൻ്റെ ഒരു സമ്മാനദാനവും കൂടെ അവാർഡ് ദാനവും കൂടെ ഉണ്ട് എന്നപ്പോൾ ഏറ്റവും വളരെ സന്തോഷമായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിൽ ഏതെല്ലാം നിലക്ക് ഇതിൽ ഭാഗവാക്കായിട്ടുണ്ടോ അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാകട്ടെ. ഇവിടെയുള്ള രക്ഷിതാക്കൾക്ക് കൂടി ഫസ്റ്റ് കിട്ടുമ്പോൾ ഈ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ നമ്മളെ സ്ഥാപനത്തിൽ ഏറ്റവും പഠിക്കും അതിൻ്റെ രക്ഷിതാവിന് കൂടി ഒരു സമ്മാനം കൊടുക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം എല്ലാ രക്ഷിതാക്കളും പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് താല്പര്യം ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷേ ദീനീപരമായി കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് കൂടി ഒരു ചെറിയ സമ്മാനം എന്തെങ്കിലും കൊടുത്താൽ കൂടുതൽ അതിൽ അവർ ശ്രദ്ധിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ എനിക്കറിയില്ല. ഏതായാലും അത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ കുട്ടികൾ കൈയടിക്കുന്നത് കണ്ടു. ഈ കൈയടിക്കുന്നതിലല്ല ഖൈറുള്ളത്. നമ്മളെന്തെങ്കിലും സന്തോഷം ഉണ്ടാകുമ്പോൾ പരിപാടി കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറയാം, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ഇതാണ് നമ്മൾ സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ജസാക്കുമുല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീ ജുഹൂദിക്കും, അല്ലാഹുമ്മ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, sir. Thank you so much for your kind words. Next, I would like to invite Swadik Mansoor for delivering felicitation. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Rasulillah. Rabbi shrah li sadri wa yassir li amri wahlul min lisani yafqahu qawli. സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ
രക്ഷിതാക്കൾ, ബാക്കിയുള്ള പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എല്ലാവർക്കും ആദ്യമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എനിക്ക് കൂടുതൽ സംസാരിച്ചിട്ടൊന്നും പരിചയമില്ല. റൌഫ് സാറ് നിർബന്ധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്നത്. അൽഹംദുലില്ലാ, എങ്ങനെ ഒരു അവസരം. എന്തായാലും നമ്മളുടെ മക്കൾ പഠിക്കുന്ന ഈ സ്ഥാപനം ദീനീപരമായിട്ട് കൂടുതൽ ഊന്നൽ കൊടുത്ത് ഭൗതികവും അതിലൂടെ ചേർത്ത് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു സ്ഥാപനം. ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഈ നാലുപുറത്തൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും. അതിലുപരി എല്ലാം കൊണ്ടും സൗകര്യങ്ങളുള്ള, പക്ഷേ ഇസ്ലാമികപരമായും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ മക്കളെ പഠിപ്പിച്ച് അങ്ങനെ വാർത്തെടുക്കുന്ന ഒരു സമൂഹമായി, ഒരു സമുദായമായി മാറ്റിയെടുക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു സ്കൂള്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനിയും നമ്മൾ സ്കൂള് പുതിയ സ്ഥാപനം, പുതിയ ബിൽഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മുടെ ഉദ്ഘാടനത്തിൽ അല്ലെങ്കിൽ റൌസാവർ പറഞ്ഞു ഒരുപാട് പദ്ധതികൾ ഇനിയും കരുതുന്നുണ്ട് എന്നൊക്കെ. അതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Thank you so much for your kind words. Next, we have Mr. Mustafa will offer felicitation. I would like to invite Mustafa on stage. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala rasulihil ameen wa ala alihi wa sahbihi ajma'in. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ, പേരൻസ്, സ്റ്റുഡൻസ്, വേദിയിൽ ഉപവിഷ്ടയായ മഹത്വങ്ങളെ, ഒരു ആശംസ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്ഥാപനത്തിനെക്കുറിച്ചും ഇതിൻ്റെ വളർച്ചയെക്കുറിച്ചും എല്ലാം റൗഫ്സലായി നിങ്ങളോട് സംസാരിച്ചു. വളരെയധികം ബുദ്ധിമുട്ടോടു കൂടിയാണ് നമ്മൾ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയതും ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നീങ്ങിയിട്ടില്ല. ഇനിയും ഈ വർഷം പുതിയ അധ്യയനം തുടങ്ങാൻ പോവുകയാണ്. സ്ഥലപരിമിതിയും കുറവാണ്, ഉള്ളത് കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അകമഴിഞ്ഞ് നിങ്ങൾ സഹായിക്കണം ഈ സ്ഥാപനത്തെ. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളാൽ കിട്ടുന്ന സഹായമാണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you so much for your kind words. And finally, our beloved parent Abdul Shukur will also extend a felicitation. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ ഒരു സന്തോഷം നിറഞ്ഞ സുദിനത്തിൽ ഇങ്ങനെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആശംസ, പ്രത്യേകിച്ച് നിങ്ങളെക്കാൾ അഥവാ പാരൻസിനേക്കാൾ കൂടുതൽ ഇവിടെ ഇന്ന് സമ്മാനങ്ങൾ മേടിക്കുന്ന, അതുപോലെ തന്നെ ഖതമുൽ ഖുർആൻ സെറമണിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ആശംസ പറയുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു മഹത്വകരമായ കാര്യമാണ്. എൻ്റെ മോൻ ഇവിടെ ഇന്ന് ഖതമുൽ ഖുർആനിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് മദ്രസകളെ മാത്രം അവലംബിച്ച് ഖുർആൻ പഠിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനൊരു മദ്രസയിൽ ധാരാളം വർഷം പഠിപ്പിച്ച് പരിചയമുണ്ട്. പലപ്പോഴും മക്കൾ ഖുർആൻ ഒന്ന് നോക്കി ഓതണമെങ്കിൽ 2-3 ക്ലാസ്സുകൾ കഴിഞ്ഞ് 1-ാം ക്ലാസ്സിൽ ഇന്ന് ഇവർ ഖതമ് തീർത്ത സമയത്ത് അലിഫും ബാവും അദബും ഉമ്മുൻ അബുൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യാണ്? ഖതമ് തീർക്കുകയാണ്. റഹ്മാനെ റബ്ബ് നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മളിൽ നിന്ന് സ്വാലിയായ സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ. വലിയ സന്തോഷമുണ്ട്. കാരണം റമദാനിൽ ഇവരുടെ ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് മക്കൾ 2 ഖതം തീർത്തു, 3 ഖതം തീർത്തു, 4 ഖതം തീർത്തു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററുകൾ വരുമ്പോഴേക്കും നന്നായി സന്തോഷിച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ എൻ്റെ മകനെ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. റബ്ബ് ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന, അവരെ പഠിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ആ അധ്യാപകർക്ക്, അധ്യാപികമാർക്ക് റഹ്മാനെ റബ്ബ് പ്രതിഫലം നൽകുമാറാകട്ടെ. ഇന്ന് നമുക്കറിയാം, കാലങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് മതരംഗത്ത് പോലും പലപ്പോഴും ചെരുപ്പിനനുസരിച്ച് കാലുമുറിക്കുന്ന രൂപത്തിൽ മതത്തിൻ്റെ ഓരോ കാര്യത്തിലും ഭൗതികമായ പല ആഘോഷങ്ങളും പല അനിഷ്ടകരമായ കാര്യങ്ങളും കടന്നു വന്ന് കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇന്ന് സ്കൂളുകൾ ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാടിലേക്ക്, അതല്ലെങ്കിൽ ഒരു പ്രകടന പരതയിലേക്ക് പോകുമ്പോൾ കൃത്യമായ ദീന് കൊടുക്കാൻ, മതം കൊടുക്കാൻ നമ്മുടെ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. അതിൽ ഇവിടുത്തെ ടീച്ചേഴ്സ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം അത് മനസ്സറിഞ്ഞ് പറയുകയാണ്. അത് വെറുതെ പറയില്ല. ഈ ഒരു നല്ലൊരു സമയത്ത് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ എഫേർട്ട് അത് റഹ്മാനെ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 4 കാര്യങ്ങളാണ് അതിൻ്റെ പ്രധാന ഘടകങ്ങൾ. 1 മാനേജ്മെൻറ്റാണ്, 2 ടീച്ചേഴ്സാണ്, 3 സ്റ്റുഡൻസാണ്, 4 പാരൻസാണ്. ഈ 4ഉം ഒരുപോലെ വർക്ക് ചെയ്താലേ നമ്മുടെ മക്കൾ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതിൽ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും നന്നായി എഫേർട്ട് എടുക്കുന്നുണ്ട്. പാരൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മളും നമ്മുടെ മക്കളെ നന്നായി നോക്കിയാൽ നമ്മുടെ മക്കൾ ഇൻഷാ അല്ലാഹ് വലിയ ഉയരങ്ങളിലെത്തും. റഹ്മാൻ റബ്ബ് അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞാൻ ചേർത്ത് വെച്ച് പറയാനുള്ളത്, ഈ ഭാഗത്ത് എത്രയോ സ്കൂളുകളുണ്ട്. പക്ഷേ അവിടെ ഉള്ള സ്കൂളുകളേക്കാൾ വ്യത്യസ്തമാകുന്നത്, വ്യതിരക്തമാകുന്നത് ഈ സ്കൂൾ അത് മതപരമായ ചിട്ടക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. അതെന്ത് ചെയ്യണം? ഒരു കാരണവശാലും ഇവിടുത്തെ ടീച്ചേഴ്സ് ആവട്ടെ, മാനേജ്മെന്റ് ആവട്ടെ, ഒരിക്കലും അതിൽ എന്ത് ചെയ്യരുത്, ഒരു പടി പിന്നോട്ട് വരരുത്. റഹ്മാനെ റബ്ബ് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും, ഇപ്പം നമ്മൾ വിവാഹം എടുക്കുക നമ്മുടെ നാട്ടിൽ, ആ വിവാഹം റഹ്മാനായ റബ്ബിൻ്റെ ഒരു കൽപ്പന പ്രകാരമാണ് നടക്കുന്നത്. പക്ഷെ എന്തൊക്കെ ആഭാസങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ സ്കൂളുകളിലെ ഓരോ സെർമണികളിലും ആഭാസങ്ങളും മ്യൂസിക്കുകളും, അതുപോലെ തന്നെ നമ്മുടെ മക്കളെ കൊണ്ട് കോലം കെട്ടിക്കാൻ പറ്റാത്ത പലതും നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ എൻ്റെ ഓർമ്മ ശരിയാണ്, 3ാമത്തത് തന്നെയാണ് ഞാൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയുള്ളതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു അനാവശ്യമായ നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനവും ഇത്രയും കാലം സ്കൂൾ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകണം. എന്നാൽ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ റഹ്മാനായ റബ്ബ് വാനലോകത്ത് നിന്ന് വാരിക്കോരിത്തരും. ഇന്ന് എന്ത് പ്രതിസന്ധികളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, അതൊന്നും ഉണ്ടാവില്ല. റബ്ബിനെ നമ്മൾ ആ കാര്യത്തിൽ, റബ്ബിൻ്റെ ആ ഒരു വിഷയത്തിൽ നമ്മൾ സൂക്ഷിച്ചാൽ, റബ്ബ് ഈ ലോകത്ത് ആരും തരാനില്ലെങ്കിലും, ആളുകളുടെ മുന്നിൽ ചെന്ന് കൈ നീട്ടിയിട്ട് മടങ്ങി സങ്കടപ്പെട്ട് പോരേണ്ടി വന്നാലും, ഇപ്പോഴുള്ള പ്രതിസന്ധികളിൽ നിന്ന് കരകയറാതെ സങ്കടപ്പെട്ടാലും റബ്ബ് അതിനൊരു തുറവി തരും. അത് ഉറപ്പാണ്. റബ്ബിനെ സൂക്ഷിച്ചാൽ അല്ലാഹു തആല അത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. ഇനിയും ഈ സ്കൂൾ, ഈ വളാഞ്ചേരിയിൽ ഇവിടെയുള്ള മറ്റേത് സ്കൂളുകളെക്കാളും തല ഉയർത്തി ഉയരത്തിൽ എത്താൻ റബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ. UP-യിൽ നിന്നും ഹൈസ്കൂളിലേക്കും, ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കും, അങ്ങനെ വലിയ ഒരു CBSE-യുടെ അതിൻ്റെ ഒരു അഫിലിയേഷൻ കിട്ടുന്ന രൂപത്തിൽ തന്നെ ആക്കി മാറ്റുമാറാകട്ടെ. റബ്ബ് എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you so much, sir, for your kind words. Following our successful inauguration, now it's time to honor our bright rank holders from Sanabilul Ulum. Sanabilul Ulum Sambhurna Padya Paddhati Sharia course 2nd semester first rank holder and Alamiya course 3rd semester first rank holder goes to Aydin Fatah. Since he couldn't be here in person, his grandparents are accepting the award on his behalf. Everyone, please give a big round of applause. And
And next, Anabul Ulum Sambhurna Padapadhati Sharia course first semester second rank holder goes to Muhammad Riyan CP. I would like to invite Salahuddin Salahi sir to the stage to give away praise, and I would like to invite Muhammad Riyan to receive the award.